അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ട്രാവൽ ഹോബിയ. അപ്പം നമ്മളിപ്പം ഊട്ടിയിലെത്തി. ലാസ്റ്റ് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഊട്ടി എത്തിയതായിരുന്നു നമ്മൾ. ഇപ്പോൾ ഊട്ടിയിലെത്തി. നമ്മളിപ്പം ഇവിടുന്ന് റൂമൊക്കെ എടുത്ത് ഗാർഡൻ ഒന്ന് കാണാൻ വേണ്ടി പോയി. ഈവനിങ് സമയത്താണ്, കണ്ടില്ലേ, നമ്മൾ ഗാർഡനിലോട്ടേക്കാണ് എത്തി. അപ്പം ജസ്റ്റ് ഒന്ന് ഗാർഡനൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം വേറെ പ്രത്യേകിച്ച് ഇന്നിവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ച് പോവാം. മോർണിംഗിൽ നമുക്ക് ഇവിടുന്ന് വിടാം. നൈറ്റിൽ വെറുതെ റൈഡ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് എൻട്രൻസ് ഉണ്ടല്ലേ, ഇത് നമ്മുടെ ഊട്ടിയിലെ ഗാർഡനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് പറയേണ്ട, കാരണം ഇതിൻ്റെ 100 വീഡിയോകൾ ഉണ്ടാകും. അപ്പോൾ നമ്മളിതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് വന്നതുകൊണ്ട് ഒന്ന് അവിടെ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇന്ന് വീക്കെൻഡ് ഒന്നുമല്ല, പക്ഷേ എന്നാലും തിരക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാരണം ഈവനിങ് ഒരു നല്ലൊരു ടൈം പാസ് ആണല്ലോ, അത്യാവശ്യം വലിയ ഹെവി ചൂടുമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഈ മാക്സിമം ചെടികളൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് അത്യാവശ്യം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. എന്തൊക്കെയോ ഫ്ലവേഴ്സ് ഉണ്ട്. ചിലതൊക്കെ ഞാൻ പേരൊക്കെ തപ്പി നോക്കി, പക്ഷെ ഒന്നും കാണുന്നൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലാണ്ട് ഇതൊക്കെ ശരിക്കും എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ, അടിപൊളി സാധനങ്ങളാണ്. പിന്നെ ഈ മെയിൻ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് നേഴ്സറി സെറ്റപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, നേഴ്സറി സെറ്റപ്പ്. അതുപോലെ ഗ്ലാസ് ആയിട്ടുള്ളൊരു അതിൻ്റെ ഉള്ളിലാണ് ഇത് മൊത്തമായിട്ട് അറേഞ്ച് ചെയ്തത്. അതൊരു പ്രത്യേക ഭംഗി തന്നെ കാണാൻ. കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പർച്ചേസും ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടില്ല അതിനെപ്പറ്റി. ഉണ്ടാവും, കാരണം പർച്ചേസ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. എല്ലാ ഫ്ലവേഴ്സും കൊടുക്കുന്നതാണോ അല്ല ഷോക്ക് വേണ്ടി മാത്രമാണോ എന്നറിയില്ല. മെയിനായിട്ട് ഇതൊരു ഷോ ആണ്. ഈ ടിക്കറ്റ് വെച്ചാണ് നമ്മൾ കയറുന്നത്. അപ്പം നമ്മുടെ എൻട്രി നമ്മൾ 50 റുപ്പീസ് കൊടുക്കണം പെർ ഹെഡ്. അങ്ങനെയാണ് എന്നിട്ട് കയറുക. അപ്പം ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ നാട്ടിലോട്ട് എത്തുന്നതും പിടിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. കാരണം ഇത് കൊണ്ടുപോയിട്ട് നമ്മളെപ്പോഴെത്തുക എന്താണെന്ന് ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേര് കറക്റ്റ് മനസ്സിലാകുന്നില്ല. പോയ്സൺ ഓർ ജർമ്മൻ പ്രൈം റോസ്, അങ്ങനെ എന്തൊക്കെയോ പേരാണ്. ആദ്യമായിട്ട് തന്നെ എന്താ പരിപാടി, എന്താ സംഭവം എന്ന് പോലും മനസ്സിലാകുന്നില്ല. എന്നാലും വെറൈറ്റി പേരാണ്, പേര് കൊള്ളാം. ആ പേരിന് അത്ര നീളം ഉണ്ടെങ്കിലും പൂക്കൾ കുറച്ച് ചെറുതാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇത് കൂട്ടത്തോട് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല അടിപൊളി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഊട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒരു തണുപ്പ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം ഫ്ലവേഴ്സൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് വളർത്താന്ന് വെച്ചാൽ എല്ലാം വളരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ആ ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. പിന്നെ കുറേ റോസസ് ഉണ്ട്, പല കളേഴ്സായിട്ടുള്ള പല റോസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ കളക്ഷനൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുപരിചയമുള്ളതൊക്കെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്പെഷ്യൽ എന്ന് പറയത്തക്ക രീതിയിലൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല.
എടുത്തോ സാർ ఒకటి 20 రూపాయ తప్ప. വഴിയോര കച്ചവടം കുറേ സംഭവങ്ങളുണ്ട് ആവശ്യമുള്ളത്. ഇവിടെ ഈ കാണുന്ന ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മാക്സിമം ഈ ഏരിയയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഈ ചെറിയ ചെറിയ കച്ചവടക്കാരെന്ന് വെച്ചാൽ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഈ എന്താ കരകൗശല ഉൽപ്പന്നങ്ങളും പിന്നെ മഫ്ലർ അങ്ങനത്തെ നമ്മുടെ ഈ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്വെറ്റർ ടൈപ്പൊക്കെ, അതൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കുന്നതിന് നമുക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും. ഈ ഫ്രൂട്ട്സൊക്കെ മാക്സിമം ഇവിടെ നിന്ന് തന്നെ വരുന്നത് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകതയാണത്. മാക്സിമം ഇവിടെ തന്നെ കിട്ടുന്ന ഐറ്റംസൊക്കെയാണ് ഇവിടെ സെയിലാവുന്നത്. അത്യാവശ്യം ഇരുടായി, അപ്പം എന്താ പറയുക, നൈറ്റായി. നമ്മളപ്പം പുറത്തോട്ടൊക്കെ ഒന്ന് റൂമിലോട്ട് പോയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിക്കണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, വാട്ടർ ഫൗണ്ടേഷൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. ഇത് ടൗൺ ഏരിയയിൽ തന്നെ ഒരു ചെറിയ സ്പോട്ടിൽ ചെയ്ത് വെച്ചത്. എന്തായാലും കൊള്ളാം, സിമ്പിളാണ്, ഹെവി ആയിട്ടൊന്നുമില്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരിത്. ടൗൺ ഏരിയയിൽ തന്നെയാണ്, ഒരു സിമ്പിൾ ചെറിയൊരു പരിപാടി. കുറച്ച് ഭംഗിയുണ്ട്, അങ്ങനെ ഹെവി വാട്ടർ വർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിവിടെ വന്നപ്പോൾ കണ്ടൊരു സംഭവമാണ്, സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങളാരും ശ്രദ്ധിച്ചത്, ഇത് ഗവൺമെൻറ്റിൻ്റെ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റ് എത്ര വലുത് സെറ്റപ്പാണ്, ഭയങ്കര ഐറ്റംസൊക്കെ ആയിട്ടാണ് ചെയ്യുക. ഇതൊരു ചെറിയ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ്, അതും ഗവൺമെൻറ്റിൻ്റെ സാധനം. അവിടെ അത്യാവശ്യം നമുക്ക് ഈ ഊട്ടി നമ്മൾ വാങ്ങുന്ന ഈ തേയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ അത്യാവശ്യം അവിടെ കിട്ടുന്നുണ്ട്. നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ പൊറാട്ടയും ചിക്കൻ കറിയാണ് മേടിച്ചത്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലോട്ടേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു മോർണിംഗ്. നമ്മൾ ഇൻട്രോ കഴിഞ്ഞ് നമ്മളത് ഇന്നലത്തെ തുടർച്ചയാണ്. ഇന്നലെ നൈറ്റിൽ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വണ്ടി എടുത്തിട്ട് നാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതൊക്കെ കാണാം. ഈ ഒരു പ്ലാനാണ് നമുക്കുള്ളത്. വേറൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല നാട്ടിലോട്ട് പോകാൻ. കാരണം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളായിട്ട് വന്നൊന്നല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി രാവിലെ മോർണിംഗ് തന്നെ ആയതുകൊണ്ടേ വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് വണ്ടികളേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബ്ലോക്കൊന്നും കിട്ടില്ല. മാക്സിമം അങ്ങ് കവർ ചെയ്യാമെന്നുള്ള പരിപാടിയാണ്. ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് മോർണിംഗ് തന്നെ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ. പക്ഷേ ഈ ഊട്ടീൻ്റെ ഒരു ഭംഗി കണ്ടോ, ഈ റോഡ് സൈഡ് ആയാലും ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ സംഭവം. നമ്മൾ ഈ നോർമൽ റൈഡ് ജസ്റ്റ് പോവുകയാണെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പ്ലസൻറ്റ് മൈൻഡാണ് ഈ ഊട്ടീൻ്റെ ഈ ഏരിയയിലൊക്കെ നമുക്ക് റൈഡ് ചെയ്ത് പോകുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പും ഉണ്ട്. എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കവർ ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്പോട്ട് നമ്മൾ പോകുന്ന റൂട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോകാനുള്ള പരിപാടിയാണ്, കണ്ടില്ലേ, ബസ്സും കാത്തുനിൽക്കുക. നമ്മളപ്പം നമ്മുടെ റൈഡുമായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഈ തട്ടായിട്ട് കണ്ടില്ലേ, ഇവിടുത്തെ മാക്സിമം വീടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പാണ്, ഈ ഹോട്ടൽസ് ആയാലും കൂടി. കാരണം ഇത് ഒരു മലയോര പ്രദേശമാണ്. അപ്പം ഇവിടെ മാക്സിമം വീടുകളും കാര്യങ്ങളും അങ്ങനെ തട്ടായിട്ട് അറേഞ്ച് ആയിട്ടാണ് വരുന്നത്. ഇവരുടെ കൃഷികളും നമുക്ക് കാണാം, തട്ട് അറേഞ്ച്മെൻറ്റ്, അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ എല്ലായിടത്തും മാക്സിമം ഒക്കെ കാണാൻ പറ്റുന്നത്. ഈ റോഡ് കണ്ട, ഈ റോഡ് നമ്മൾ ഓടിച്ചിട്ട് എത്തിച്ചേരുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതായത് ആ കാണുന്ന സ്ഥലം നമ്മുടെ സൺലൈറ്റൊക്കെ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഏരിയ കാണാൻ.
ഇത് കണ്ടില്ലേ, പോകുന്ന വഴിക്ക് നമ്മൾ തേയില കൃഷി കണ്ട ഒരു മല മുഴുവൻ തേയിലൻ്റെ കൃഷിയാണ് ചെയ്യുന്നത്. നോക്കിയിട്ട് എത്ര ദൂരത്തോളം ഉണ്ടെന്നുണ്ട. കംപ്ലീറ്റ് ഭയങ്കര ലോങ്ങാണിത്. നല്ല ഇത് ഭയങ്കര ഈ വീഡിയോയിൽ എത്ര കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആ ഗ്രീനറി ഭയങ്കര ഭംഗിയാണത്. ഒടുക്കത്തെ ലുക്കാണ് കാണാൻ. നമ്മൾ പിന്നെ വീഡിയോൻ്റെ ഒരു പരിധി നമ്മൾ ആദ്യം പറയാറുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് നമുക്കിതൊരു ഒന്നൊന്നര വ്യൂ തന്നെയാണ് മോർണിംഗ് ടൈം ഈ ഒരു കാഴ്ച. പിന്നെ നമുക്കെപ്പോഴും നമ്മുടെ യാത്രയിൽ ഈ കുന്നും മലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രത്യേകമായിരിക്കും. ഞാനെങ്ങനെ കാണുന്നു എന്നതായിരിക്കില്ലല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ. എനിക്ക് പൊതുവേ ഇങ്ങനെ കുറച്ച് ഗ്രീനറി കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പറയുക കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാൻ പറ്റുക. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.